ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ കുഞ്ഞുമോൻ നാരായണൻ അവതരിപ്പിച്ച കവിതകൾ, ദീപാമോൾ EU അവതരിപ്പിച്ച കഥകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം കുഞ്ഞുമോൻ നാരായണൻ അവതരിപ്പിച്ച കവിതകൾ. കേരളം എൻ്റെ നാട്. മലർവനങ്ങൾ പരിമളം പരത്തിടുന്ന നാട്, മലനിരകൾ കാവലായി നിന്നിടുന്ന നാട്, മാവേലിക്കൊരോണമങ്ങൊരുക്കിടുന്ന നാട്, മധുകിനിയും മലയാളമുരച്ചിടുന്ന നാട്, ഹരിതവർണ്ണ വിസ്മയം വിതച്ചിടുന്ന നാട്, തിരിതെളിയും കഥകളിക്കു കേളി കൊട്ടും നാട്, കരികളേറെ ചമയമാർന്ന് പൂരമുള്ള നാട്, കേരവൃക്ഷ കേദാരം കേരളമാം നാട്. തരളിതമായി കുളിരരുവികൾ ഒഴുകിടുന്ന നാട്, കതിരണിയും വയലേലകളേറെയുള്ള നാട്, കരതഴുകും പെരിയാറും നിളയുമുള്ള നാട്, തരുണികളുടെ തിരുവാതിര ചുവടുറച്ച നാട്, കളരികളിൽ ഉറുമികളുടെ ധ്വനി പടർന്ന നാട്, നിളനടുവിൽ ചാവേറിൻ നിണമുതിർന്ന നാട്, പുളകിതമാം വള്ളംകളി പെരുമയുള്ള നാട്, കളകളാരവങ്ങളാർന്ന കിളികളുള്ള നാട്. വർണ്ണചിന്ത തച്ചുടച്ച ഗുരു പിറന്ന നാട്, ആർജവത്തിനാദ്യൻ അയ്യൻ കാളി വന്ന നാട്, ചീർത്ത സങ്കടം പൊറാഞ്ഞ് കുജമറുത്ത നാട്, കീർത്തിയോടിരിക്കുമിന്ന് കേരളമാം നാട്, പാണനാരു തുടിയറഞ്ഞ് പാടിയാർത്ത നാട്, പാടമാകെ ഞാറ്റുപാട്ടിൻ ഈണമേറ്റ നാട്, പറയിപെറ്റു പന്തിര് കുലം പിറന്ന നാട്, പുകൾ പെരുന്ന ശങ്കരൻ പിറന്ന ജന്മനാട്. തുഞ്ചഗീത കോകിലം പറന്ന പുണ്യനാട്, നെഞ്ചകം നിറഞ്ഞ കൃഷ്ണഗാഥ വന്ന നാട്, കുഞ്ചനർമ്മ നടനമോർത്ത് പുഞ്ചിരിച്ച നാട്, വഞ്ചിഗാനശാഖയും പിറന്ന വാഞ്ചിനാട്, കായലലകൾ കരപുണർന്ന് കവിത ചൊല്ലും നാട്, കടലറിയും അരയരുടെ കരുത്തറിഞ്ഞ നാട്, കറുത്ത പൊന്നു തേടിയെന്ന്
ഗാമ വന്ന നാട്. കരയിലെത്ര കോമളമി കേരളമാം നാട്. കരയിലെത്ര കോമളമി കേരളമാം നാട്. ഇനി ദീപാമോൾ ഇയു അവതരിപ്പിച്ച ഒരു കഥ കേൾക്കാം. കഥയുടെ പേര് കുട്ടിയമ്മ. മഴ കഴിഞ്ഞുള്ള മരംപെയ്ത്ത് ഞങ്ങൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. വീടിൻ്റെ മുന്നിലെ മൾബറി ചെടിയുടെ ചൂട്ടിൽ അനിയനെ വിളിച്ചു നിർത്തി തൂങ്ങിക്കിടക്കുന്ന അതിൻ്റെ ഒരു കമ്പിൽ പിടിച്ചു വലിക്കുമ്പോൾ പോയ മഴ തിരികെ വരുന്നത് പോലെ മഴത്തുള്ളികളാൽ നനഞ്ഞു കുളിരുന്ന അവനെയും കൂടെ നനയുന്ന എന്നെയും എത്ര പറഞ്ഞാലും അനുസരണയില്ല എന്ന പതിവ് പല്ലവിയുമായി തോർത്തെടുത്ത് തുവർത്തി നെറുകുന്തലയിൽ രാസ്നാദി തിരുമുന്ന അമ്മയുടെ വയറ്റിൽ അങ്ങനെ ചുറ്റിപ്പിടിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടായ സുരക്ഷിതത്വം. അച്ഛൻ്റെ പങ്ക് കട്ടൻ കാപ്പിയിൽ നിന്നും ഒരു നറുക്ക് കുടിച്ച് വീണ്ടും മഴ നനഞ്ഞ മുറ്റത്തിൻ്റെ മൂലയിൽ മണ്ണപ്പം ചുടാൻ ചിരട്ടയുമായി ഞങ്ങളിരുന്നു. അടുക്കളപ്പുറത്ത് നിന്ന് കമലാക്ഷി ചേച്ചിയുടെ അടക്കത്തിലുള്ള സംസാരം അമ്മയുമായി. കുറച്ചു നേരമായിട്ടും അമ്മയുടെ ഒച്ച കേൾക്കുന്നില്ല. സാധാരണ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും രണ്ടാളും കൂടി മണ്ണും വാരി കളിച്ചോ, എന്നിട്ട് ചൊറി ഉണ്ടാവട്ടെ, എനിക്ക് നേരമില്ലാട്ടോ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്നുള്ള ശകാരം കേൾക്കേണ്ടതാണ്. ഇതിപ്പോൾ എന്നാ പറ്റിയോ? ഞങ്ങൾ വീടിനകത്തേക്ക് കയറി. അകത്ത് അച്ഛനെയും അമ്മയെയും കാണാനില്ല. ഞങ്ങൾ വീണ്ടും മുറ്റത്തിറങ്ങി. അതെന്താ ആളുകളൊക്കെ ശിവൻചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നതാ? കുട്ടൻ എന്നോട് ചോദിച്ചു. അറിയില്ലടാ, വാ നമുക്ക് പോയി നോക്കാം. അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് പോയി കാണുമോ? കുട്ടൻ്റെ സംശയം. വേണ്ട, പോകണ്ട. മഴ നനഞ്ഞതിന് എന്തോ ഭാഗ്യം കൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടാത്തത്. ഇനിയിപ്പോൾ പറയാണ്ട് അങ്ങോട്ട് ചെന്നാൽ അടി ഉറപ്പാ. എന്നാ വേണ്ട, അവൻ സമ്മതിച്ചു. ഇന്നലെ വറുത്ത കായ ഉപ്പേരിയിൽ കുറച്ച് അമ്മ എടുത്തു മാറ്റി വെച്ചത് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. നമുക്കതിൽ നിന്ന് കുറച്ച് എടുത്താലോ ചേച്ചി? ഉപ്പേരി എന്ന് കേട്ടതും അവൻ എൻ്റെ പിന്നാലെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെ പലകത്തട്ടിൽ തകരപ്പാട്ടയ്ക്കുള്ളിൽ അടച്ചു വെച്ച മഞ്ഞ നിറമുള്ള ചെറിയ ഡാൽഡ ടിന്നിൻ്റെ പച്ച അടപ്പ് തുറന്ന് ഉപ്പേരി എടുത്ത് ഉമ്മറത്ത് ചെന്നിരുന്നു. അവൻ്റെ പങ്ക് വേഗം തീർത്ത് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കുമ്പോഴാണ് അച്ഛനും അമ്മയും കയറി വരുന്നത്. ഞങ്ങളുടെ ബഹളം ശ്രദ്ധിക്കാതെ രണ്ടാളും അകത്തേക്ക് കയറിപ്പോയി. ഇത് കണ്ട് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായ ഞാൻ എൻ്റെ കയ്യിലെ ഉപ്പേരി അവന് കൊടുത്തിട്ട് മുറിയുടെ വാതിക്കൽ ചെന്നു. അകത്തുനിന്ന് അമ്മയുടെ ശബ്ദം. ആര് പോകും അവരെ അറിയിക്കാൻ? ഓമനക്കുട്ടൻ വരുമോ? ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതായി അവന് അറിയില്ലാലോ. പട്ടണത്തിലെ ഫാക്ടറിയിൽ ജോലിയാണ് ഓമനക്കുട്ടൻ ചേട്ടന്. ചേട്ടനെ എന്തിനാണോ വിളിക്കുന്നത് ഞാൻ ആലോചിച്ചു. അപ്പോൾ കുട്ടിയമ്മ ചേച്ചിയുടെ വീട്ടിൽ എന്തോ പറ്റി. ആരോട് ചോദിക്കും? അച്ഛൻ്റെ മുഖം കണ്ടിട്ട് നല്ല ഗൗരവമാണ്. അമ്മയുടെ കണ്ണുകൾ കരഞ്ഞിട്ടെന്ന പോലെ ചുവന്നു കിടപ്പുണ്ട്. കുട്ടിയമ്മ ചേച്ചി ഞങ്ങൾക്ക് കുട്ടിയമ്മയാണ്. ചേച്ചിയുടെ 2 മക്കൾ, ചന്ദ്രസേനും ഓമനക്കുട്ടനും. ഭർത്താവ് ഉപേക്ഷിച്ച് പോയ അവർ ആങ്ങളയുടെ വീട്ടിലാണ് താമസം. നന്നേ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞതിന് ചന്ദ്രേട്ടനും ഓമനക്കുട്ടേട്ടനും വലിയ മക്കളായി. അതുകൊണ്ട് ഞങ്ങളെ വലിയ കാര്യമാണ് കുട്ടിയമ്മയ്ക്ക്. പലഹാരമൊക്കെ കൊണ്ട് തരും, കഥകൾ പറഞ്ഞു തരും. പല കഥകളും ഞങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും നല്ല രസമോടെയുള്ള പറച്ചിൽ കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം തന്നെ. ഓരോ കഥയുടെ ഒടുവിലും സ്വയം ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. ഇന്നലെ കൂടി വീട്ടിൽ വന്ന് ഓലമടയാൻ അമ്മയുടെ കൂടെ ഇരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. കുട്ടിയമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് ആരോടാണെന്ന് ചോദിക്കുക. ഞങ്ങൾ ആകെ പരിഭ്രമരായി. അതാ അച്ഛൻ വീണ്ടും പുറത്തേക്ക് പോയി. ആളുകൾ വരുന്ന ശബ്ദം. അപ്പോഴേക്കും ഒരു പോലീസ് വണ്ടി വന്നു. ഞങ്ങൾ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കുട്ടിയമ്മയെ 2 പോലീസുകാർ ചേർന്ന് ഒരു പായയിൽ പൊതിഞ്ഞ് ജീപ്പിലേക്ക്. അവരുടെ മുഖമെന്താ പൊള്ളിയതുപോലെ, കഴുത്തിലും തൊലി ദ്രവിച്ചതുപോലെ. അവിടെ കൂടി നിന്നവർ അടക്കം പറഞ്ഞു, ആ പെണ്ണുമ്പിള്ളേക്ക് ഇത് എന്തിൻ്റെ കേടാ? മതിയായ 2 ആൺമക്കൾ, കെട്ടിയവൻ കവണമില്ലാത്തവനായി പോയി. ഒടുവിൽ കള്ളുകൂടി മൂത്ത് തല്ലുകൂടി ചത്തുപോയെങ്കിലും മക്കൾ നന്നായി അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. കലികാലം. തെക്കേ പറമ്പിൽ ദിവാകരൻ അപ്പൂപ്പൻ തോളിൽ കിടന്ന തോർത്ത് ഒന്നുകൂടി കുടഞ്ഞ് ചുമലിലേക്കിട്ട് സാവധാനം തിരിഞ്ഞു നടന്നു. കൂടെ ഒരു പറ്റും അയൽക്കാരും. പോകുന്ന വഴിയിൽ കൃഷ്ണേട്ടൻ്റെ ചായക്കടയിൽ നാട്ടുപഞ്ചായത്ത് കൂടാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. മൊരിഞ്ഞ ബോണ്ടയും മഞ്ഞ ചായം അടിച്ച പോലെ വറുത്തെടുത്ത ബോളിയും നല്ല കരുകരുപ്പും പക്കാവടയും ചില്ലലമാരയിൽ സൊറ പറഞ്ഞിരിക്കുന്ന കാണാൻ തന്നെ എന്ത് രസം. വൈകുന്നേരം വീണ്ടും പോലീസ് ജീപ്പ് കുട്ടിയമ്മയുടെ വീട്ടിൽ മുന്നിൽ വന്നു. പുറകെ ഒരു ആംബുലൻസും. വണ്ടിയുടെ ശബ്ദം കേട്ടപാടെ അമ്മ വീടിന് വെളിയിൽ വന്നു. കുട്ടാ, അച്ഛനെവിടെ? അമ്മയുടെ ചോദ്യം.
അപ്പോൾ ഞങ്ങളുടെ കുട്ടിയമ്മ ഇനി ഇല്ല അല്ലേ? ഞാൻ അമ്മയെ ചുറ്റിപ്പിടിച്ച് വിതുമ്പി. കുട്ടാ, നമ്മുടെ കുട്ടിയമ്മ മരിച്ചു പോയടാ. മനസ്സിലായതുപോലെ അവനും അമ്മയെ ചുറ്റിപ്പിടിച്ച് തേങ്ങിക്കരഞ്ഞു. രാത്രിയോടെ ചടങ്ങുകൾ കഴിഞ്ഞു, ആളുകൾ പിരിഞ്ഞു. എങ്കിലും എന്തിനായിരുന്നു അവർ ഇങ്ങനെ ചെയ്തത്? നാട്ടുകാരുടെ ഉത്തരം കിട്ടാത്ത ചോദ്യം കാറ്റില്ലെങ്കിലും ആടുന്ന ആലിലകൾക്കൊപ്പം 2-3 ദിവസം കറങ്ങി നടന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കളവ് പറഞ്ഞോ എന്നറിയില്ല. കുട്ടിയമ്മ ഗർഭിണിയായിരുന്നു. ആളുകളുടെ അടക്കം പറച്ചിൽ ഉച്ചസ്ഥായിലായി. ആരാണിതിന് ഉത്തരവാദി? നാടിന് ഉറക്കം മറന്ന രാത്രികൾ സമ്മാനിച്ച് പകൽ കടന്നുപോയി. ഈ പ്രായത്തിൽ അവർക്കെങ്ങനെ തോന്നണമെങ്കിൽ ആൾ ചില്ലറക്കാരനല്ല. പഞ്ചായത്ത് കിണർ പോലും വെള്ളം കോരാൻ വരുന്നവരുടെ സംശയത്താൽ കലങ്ങി മറിഞ്ഞു. 4-ാം നാൾ വീണ്ടും പോലീസ് ജീപ്പ് കുട്ടിയമ്മയുടെ വീടിന് മുന്നിൽ വന്നു. എല്ലാ സംശയങ്ങൾക്കും ഉത്തരമെന്ന പോലെ അതിൽ നിന്നും അവരുടെ ഇളയ മകൻ കയ്യാമ്മം വെച്ചിറങ്ങി. തെളിവെടുപ്പിന് ശേഷം ജീപ്പ് തിരിച്ചുപോയി. ക്രൂരമായൊരു കടുങ്കൈയുടെ ചുരുൾ നിവർന്നതുപോലെ. നാണക്കേട് കൊണ്ട് ചെയ്തതായിരിക്കും. അമ്മയുടെ സംസാരം മുറിയിൽ നിന്നും വരാന്തയിലേക്ക് പരന്നൊഴുകി. കുട്ടിയമ്മയുടെ കൂടെ ടാറിങ് ജോലിക്ക് കൂടിയ തമിഴൻ കുട്ടിയമ്മയോട് ഒരിഷ്ടം. അത് വളർന്ന് വയറ് വീർത്തപ്പോൾ മക്കൾ അറ്റകൈ ചെയ്തു. പിടിച്ചു നിർത്തി വായിലേക്ക് പനാമർ ഒഴിച്ചു. ഒഴുകി ഇറങ്ങിയിടവും വീണിടവും പൊള്ളി ദ്രവിച്ചു. അതിൽ കുറിച്ച് വീണ ഉമ്മൻകുട്ടൻ്റെ കൈയും പൊള്ളി. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് ഡോക്ടർ പോലീസിനെ അറിയിച്ചത്. അതോടെ ആത്മഹത്യ കൊലപാതകമായി. എങ്കിലും ഇന്നും അഴിച്ചിട്ട ചുരുണ്ട മുടിയിൽ ഒരു മുല്ലപ്പൂവും ചൂടി കടന്നു വരുന്ന കുട്ടിയമ്മ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു മനസ്സിൽ. പാതിയാക്കിയ ഒരു ചിരിയുടെ തുണ്ട് എന്നിലേക്ക് എറിഞ്ഞുകൊണ്ട്. കുഞ്ഞുമോൻ നാരായണൻ അവതരിപ്പിച്ച ഒരു കവിത കൂടി കേട്ടാലോ? തൂലിക. വാമൊഴി വരമൊഴിയാക്കിയ മഹാത്മാവേ, തൂലികത്തുമ്പേ നിന്നെ സാദരം നമിക്കുന്നു. അക്ഷരം അവനിയിൽ ഉത്ഭവിച്ചതിൻ മുന്നേ ആശയം വർണ്ണങ്ങളായി വന്നു നിൻ മുനകളാൽ. തൂലികത്തുമ്പാൽ വിരചിക്കുന്നു പ്രണയവും മോഹഭംഗവും മോക്ഷമോഹന വാഗ്ദാനവും. കാമവും കവിതയും കർമ്മസാധനങ്ങളും കരളിൽ കുളിരേകും കൽപ്പനാമധുരവും. വിരഹം വിപരീത വിപ്ലവാശയങ്ങളും വിസ്തരിച്ചുരയ്ക്കുന്നു തൂലികത്തുമ്പിനാലേ. മാനവപ്രജ്ഞ തേടും അഖിലാണ്ടത്തിൻ പൊരുൾ ആകെയും പകർത്തുന്ന തൂലികേ നമോവാകം. ചരിത്രം കുറിക്കുന്നു, ചരിത്രം തിരുത്തുന്നു, ചരിത്രാതീതകാലം ചുരത്തുന്നതും നീയേ. ചിന്തയായി മനോമുകുരങ്ങളിൽ നുരയുന്ന വാക്കിനെ നിർലോഭമായി ഒഴുക്കുന്നതും നീയേ. രസങ്ങൾ നവങ്ങളും നിന്നിലൂടണയുന്നു, രസക്കേടുകൾ നിന്നാൽ യുദ്ധമായി ഭവിക്കുന്നു. രക്ഷയ്ക്കു നൽകുന്നപേക്ഷയ്ക്കു നിൻ തുണ വേണം, രൂക്ഷമാം വിമർശനവാക്സരം പൊഴിക്കാനും. അടിമയ്ക്കവകാശം അടരാടി നേടിടാൻ തൂലിക പടവാളായി എന്തിയോർ നമുക്കില്ലേ. അസമത്വവും അന്ധവിശ്വാസ ദുരാചാര ചിന്തകൾ തകർത്തിടാൻ തൂലിക ചലിപ്പിച്ചോർ. സ്വാർത്ഥലാഭവും മതഭേദ വിദ്വേഷങ്ങളും കാമാർത്തി കലർന്നുള്ള കശ്മലർ മതിക്കുമ്പോൾ തൂലികെ നിന്റെ നാദം ദിഗന്ധം നടുക്കണം. തുല്യനീതികൾ അഷ്ടദിക്കിലും പരക്കണം. സ്വാർത്ഥലാഭവും മതഭേദ വിദ്വേഷങ്ങളും കാമാർത്തി കലർന്നുള്ള കശ്മലർ മതിക്കുമ്പോൾ
തൂലികേ നിന്റെ നാദം ദിഗന്ധം നടുക്കണം. തുല്യനീതികൾ അഷ്ടദിക്കിലും പരക്കണം. തുലനം ചെയ്തിടുവാൻ ആവാത്ത തൂലികേ നിൻ ചലനം നിലയ്ക്കാതെ നിർഗമിക്കട്ടെ നിത്യം. തുലനം ചെയ്തിടുവാൻ ആവാത്ത തൂലികേ നിൻ ചലനം നിലയ്ക്കാതെ നിർഗമിക്കട്ടെ നിത്യം. നിന്റെ ചലനം നിലയ്ക്കാതെ നിർഗമിക്കട്ടെ നിത്യം. അവസാനമായി ദീപാമോൾ ഇയു അവതരിപ്പിച്ച കഥ കേൾക്കാം. കൊഴിയുന്ന ഓരോ ഇലകളും ആരും അറിയാതെ. സാറാമ്മച്ചിയുടെ മൂത്ത് എന്നത്തേക്കാളും കുറച്ച് തിളക്കം കൂടുതലാണല്ലോ ഇന്ന്. എന്താണാവോ? അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കിയ സാറാമ്മയെ കണ്ട് അടുക്കളയോട് ചേർന്നുള്ള വരാന്തയിലിരുന്ന് അന്നത്തെ എരിശ്ശേരിക്കുള്ള ചേന മുറിക്കുന്നതിനിടയിൽ അമ്പിളി വിളിച്ചു ചോദിച്ചു, എന്താ പെണ്ണെ, ചേന മുറിച്ചുകൊണ്ട് നിന്റെ നാവ് ചൊറിയുന്നുണ്ടോ? അടുപ്പിൽ തിളയ്ക്കുന്ന അരിയുടെ വേവ് നോക്കുന്നതിനിടയിൽ മറിയമ്മച്ചെടുത്തി അവളെ ശാസിച്ചു. ആഹാ, ഇത് വെന്തു പോയല്ലോ, ആ ചോറ്റുകൂട്ടയും എടുക്കു പെണ്ണെ, അവർ അമ്പിളിയോട് വിളിച്ചു പറഞ്ഞു. ചേന ചെത്തുന്നത് അത്ര ഇഷ്ടമല്ലാത്ത അവളെ ഇടയ്ക്കിടെയുള്ള മറിയമ്മച്ചെടുത്തിൻ്റെ വിളി ദേഷ്യം പിടിപ്പിച്ചു. എങ്കിലും മറുത്തൊന്നും പറയാതെ കുട്ടയെടുത്ത് ചോറ് കോരാൻ തുടങ്ങി. വർഷം 2 ആവുന്നു അമ്പിളി ഈ വൃദ്ധസദനത്തിൽ വന്നിട്ട്. ആരോരുമില്ലാത്തവളല്ല, എങ്കിലും സാഹചര്യം കൊണ്ട് തനിച്ചായി പോയവൾ. വയസ്സ് 25. വന്നപ്പോൾ മുതൽ മറിയച്ചേർത്തിയുടെ വലങ്കൈ ആയതാണ്. ഇപ്പോൾ മറിയച്ചേർത്തിക്ക് എന്തിനും ഏതിനും അമ്പിളി വേണം. ഒരു കൂട്ടം അമ്മമാരുടെ സ്നേഹവാത്സല്യം നുകർന്ന് അവർ അവരുടെയൊക്കെ മകളായും കൊച്ചുമകളായും കഴിഞ്ഞു വരുന്നു. ആ അമ്മമാർക്കെല്ലാം സ്വന്തം വീടും ബന്ധുക്കളും ഉണ്ടെങ്കിലും മാസാമാസം കൃത്യമായി അയക്കുന്ന പൈസയിൽ തീരുന്നു ആ ബന്ധങ്ങൾ. തങ്ങളുടെ കാലം കഷ്ടപ്പാട് നിറഞ്ഞതായതിനാൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകാതിരിക്കാൻ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു. നല്ല ജോലിയൊക്കെയായി സ്വദേശത്തും വിദേശത്തും ആർഭാടമായി കഴിയുന്നു. അവരുടെ തിരക്കിനൊപ്പം നീങ്ങാനറിയാതെ ഇന്നിവിടെ കഴിഞ്ഞുപോയ കാലങ്ങളുടെ ഓർമ്മകളിൽ നൊമ്പരങ്ങളും നെടുവീർപ്പുകളുമായി ഈ വൃദ്ധസദനത്തിൻ്റെ 4 ചുവരുകൾക്കിടയിൽ. ശരിക്കും ബന്ധങ്ങൾ ഇത്രയൊക്കെ ഉള്ളോ? അവിടുത്തെ അന്തേവാസികളുടെ കഥകൾ കേട്ട് അമ്പിളി സ്വയം ചോദിക്കും. പണം കൊണ്ട് നേടാനാവാത്ത സ്നേഹം ബന്ധങ്ങൾക്കിടയിൽ വൻമതിൽ തീർക്കുന്നു. അമ്മേ എന്നൊരു വിളിക്കായാണ് ഇവർ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. മാതൃവാത്സല്യം നുകരാൻ ഭാഗ്യം ലഭിക്കാത്ത തനിക്ക് ഇവിടുത്തെ ഓരോ അമ്മമാരും പകർന്നു തരുന്ന സ്നേഹം അർഹതപ്പെട്ടതല്ലെങ്കിലും ആവോളം ആസ്വദിക്കാൻ ഈശ്വരൻ തന്ന അവസരമാണെന്ന് പലപ്പോഴും അവൾക്ക് തോന്നാറുണ്ട്. രണ്ടാനമ്മയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന അച്ഛനിൽ നിന്നും ഒരിക്കലും ഒരാശ്വാസം പ്രതീക്ഷിച്ചിരുന്നില്ല. ഒടുവിൽ അച്ഛൻ്റെ ചിത കത്തി തീരുന്നതിന് മുൻപേ വീട് വിടേണ്ടി വന്ന ഗതികേടോർത്ത് കണ്ണീർ പൊഴിച്ച ദിനരാത്രങ്ങൾ. ഇപ്പോൾ അമ്പിളിക്ക് ആവലാതികളില്ല. ഓരോ അമ്മമാരും സ്നേഹത്തിൻ്റെ നിറകുടം തനിക്ക് നേരെ വച്ചു നീട്ടുമ്പോൾ കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം മാത്രം. എടി പെണ്ണേ, ദേ മറിയമ്മച്ചേട്ടത്തിൻ്റെ വിളി വന്നു. അവൾ ഒറ്റ ഓട്ടത്തിന് അടുക്കളയിലെത്തി. കഴിഞ്ഞ ആഴ്ച നട്ട മഞ്ഞ റോസിന് പുതിയ തളിര് വന്നത് കാണാൻ. സമ്മതിക്കില്ലല്ലോ ഈ ചേട്ടത്തി. ആ പിന്നെ, ഇനിയിപ്പോൾ അതിന്മേൽ പൂവുണ്ടായിട്ട് വേണം നിൻ്റെ കല്യാണത്തിന് തലയിൽ വയ്ക്കാൻ. ഒന്ന് പോ ചേട്ടത്തി. ആഹാ, പെണ്ണിന് നാണം വന്നോ? മുഖം ചുവന്നായല്ലോ. ചേട്ടത്തി അവളെ കളിയാക്കി. ചേട്ടത്തി ദേ തമാശ കളഞ്ഞിട്ട് എന്താ വിളിച്ചെന്ന് പറ. അമ്പിളി പരിഭവിച്ചു. അല്ലടി, ഉച്ചയ്ക്ക് നമ്മുടെ സാറാമ്മച്ച് ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ. അയ്യോ, അതെന്നാ പറ്റിയെന്നേ? അമ്പിളി ചോദിച്ചു. അതല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. മറിയമ്മച്ചിക്ക് ഇഷ്ടമുള്ള ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിരുന്നല്ലോ, പിന്നെ തക്കാളി രസവും. എന്താവോ, നീ ഒന്ന് നോക്കിക്കേ പെണ്ണ മുറിയിൽ ചെന്ന്. അമ്പിളി മുറിയിലെത്തിയപ്പോൾ അതാ മറിയമ്മച്ചി ഭിത്തിയോട് ചേർന്ന് കിടക്കുന്നു. വഴക്ക് കൂടുമ്പോൾ ഇവിടെ പലരും ഇങ്ങനെ തന്നെ. കെട്ടിയന്മാരോട് പിണങ്ങി പണ്ട് കിടക്കുന്ന ഓർമ്മയിലാണ് പലരും ഇപ്പോഴും. ഞാനെന്താ അവരുടെയൊക്കെ കെട്ടിയവനാണോ എന്നോട് പിണങ്ങാൻ? മരുന്ന് കഴിക്കാതിരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുമൊക്കെ ഇങ്ങനെ വാശി പിടിക്കുന്നവരാണ് കൂടുതലും. പ്രഷറും ഷുഗറും കൊളസ്ട്രോളുമുള്ള ഇവർക്കൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ആഹാരം കൊടുക്കുന്നത്. എന്തോന്ന് പദ്യം നോക്കാനാണ് എൻ്റെ പെണ്ണെ ഈ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക്. മക്കളെ കണ്ട് കൊതി തീരാത്ത ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തേലുമൊക്കെ തിന്നാനെങ്കിലും തന്നുകൂടെ? ആർക്കു വേണ്ടിയാണ് ഈ ആയുസ്? പരിഭവങ്ങളാണെങ്കിലും തങ്ങളെ ചേർത്ത് പിടിക്കാൻ മക്കൾ വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമ്മമാർ, സ്വപ്നങ്ങളിൽ ചെറുമക്കളെ ലാളിച്ച് കൊതി തീർക്കുന്നവർ, അമ്പിളിമാമനെ കാട്ടിക്കൊടുക്കാനും ആനയുടെയും എറുമ്പിൻ്റെയും കഥ പറഞ്ഞ് മാമുട്ടുവാനും ചക്രമാവൻ കൊമ്പി കെട്ടിയ ഊഞ്ഞാലിൽ മടിയിലിരുത്തി ഊഞ്ഞാലാട്ടാനും വെമ്പൽ കൊള്ളുന്ന മനസ്സിനെ ശാന്തമാക്കാൻ ഈ പരിഭവങ്ങളും ദേഷ്യവും അവർ അണിഞ്ഞിരിക്കുന്ന മൂടുപടങ്ങളാണ്. ദൂരെ തിരക്കിനിടയിൽ കഴിയുന്ന മക്കളുടെ സ്വപ്നങ്ങളിൽ പോലും ഇവരാരും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയാനും ആ സത്യത്തെ അംഗീകരിക്കാനും അവരുടെ പഴമനസ്സിന് കഴിഞ്ഞിട്ടില്ല. ജീവിത സായനങ്ങളിൽ ഒറ്റപ്പെട്ടവരുടെ ഒട്ടുമിക്കവരുടെയും പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. അവരെ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്നത് അവർക്ക് ഏറെ സന്തോഷം തന്നെ. അവൾ ആലോചനകളിൽ നിന്നും വിടുതൽ നേടി സാറമ്മച്ചിയെ കുലുക്കി വിളിച്ചു. ദേ
എന്താ പിണങ്ങിക്കിടക്കുന്നത്? ഇന്ന് ആരും കാണാതെ അമ്മച്ചിയുടെ ഇഷ്ടമുള്ള ചമ്മന്തി ഞാൻ കൊണ്ടുവന്ന് തരാമല്ലോ. നല്ല കുട്ടിയായി വന്നേ. അവരെ പിടിച്ചുരുത്താൻ തുനിഞ്ഞ അവളുടെ കൈകൾ പൊടുന്നനെ നിശ്ചലമായി. മറിയമ്മച്ചേർത്തി ഒരാർത്ഥനാദം അവളുടെ തൊണ്ടയിൽ കുരുങ്ങി. തണുത്ത ദേഹം. ഒന്നുകൂടി അവൾ അവരെ തൊട്ടു. താൻ ഇവിടെ വന്നതിൽ പിന്നെ ആദ്യത്തെ മരണം. അവൾ മറിയമ്മച്ചേർത്തിയുടെ അടുക്കിലേക്ക് പാഞ്ഞു. വിവരമറിഞ്ഞ അവർ അവധിയിലായിരുന്ന ഡയറക്ടറുടെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ബന്ധുക്കളെ അറിയിച്ചതിന് ശേഷം നടപടിക്രമങ്ങൾ പാലിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അമ്പിളിക്ക് സങ്കടം അടക്കാനായില്ല. മകനെയും കുടുംബത്തെയും കാണണമെന്ന ആഗ്രഹം ബാക്കിയാക്കി അവർ കടന്നുപോയി. ഒരിക്കൽ കൂടി ആംബുലൻസ് വൃദ്ധമന്ദിരത്തിൻ്റെ പടിക്കൽ വന്നു. അന്തേവാസികൾക്ക് കാണാനുള്ള അവസരം ഒരുക്കി അധികൃതർ. ഇനി വീട്ടിലേക്ക്. അകന്നു പോകുന്ന ആംബുലൻസിനെ നോക്കി അമ്പിളി സ്വയം നഷ്ടപ്പെട്ടു നിന്നു. നിനക്കറിയാമോ പെണ്ണേ, സാറാമ്മച്ചിയുടെ മോൻ അവരുടെ സ്വന്തം മോനല്ല. അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നപ്പോൾ ഏതോ ഒരു അനാഥാലയത്തിൽ നിന്നും എടുത്തു വളർത്തിയതാ. അവളുടെ ഉള്ളിൽ മറിയമ്മച്ചേർത്തിയുടെ വാക്കുകൾ ഒരു തേങ്ങലായി നിറഞ്ഞു. മഞ്ഞറോസിൻ്റെ പുതിയ ഇതളുകൾ തലയാട്ടി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ദീപാമോൾ EU അവതരിപ്പിച്ച കഥകൾ, കുഞ്ഞുമോൻ നാരായണൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.